പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തോറ്റു. സ്വന്തം തട്ടകമായ ഭവാനിപൂരിൽ ബി.ജെ.പിയുടെ സുവേന്ദു അധികാരി വിജയിച്ചു. സ്വന്തം കോട്ടയിൽ 15,000-ലധികം വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരി വിജയിച്ചത്. ശരത്ലാൽ നൽകും വിവരങ്ങൾ. ശരത്ത്, ദീദി വീണു ബംഗാളിൽ താമരത്തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു. സ്വന്തം കോട്ടയിലാണ് സുവേന്ദു അധികാരിയുടെ വിജയം. വിവരങ്ങൾ. അരണ്യ, അതുതന്നെയാണ് നമ്മൾ അവിടെ ബംഗാളിലുള്ള സമയത്ത് തന്നെ ഭവാനിപൂരിൽ തെരഞ്ഞെടുപ്പിന്റെ അതായത് തൊട്ട് മുമ്പേ പരസ്യപ്പെടുന്ന തൊട്ട് മുമ്പേ 8 കിലോമീറ്ററും പിറ്റേന്ന് 12 കിലോമീറ്ററും നടന്ന് തനിക്കെതിരെയുള്ള ഒരു നെഗറ്റീവിസം അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ജനങ്ങളെ വികാരം മറികടക്കാൻ മമതാ ബാനർജി ഒരു അക്രമ പരിശ്രമം തന്നെ നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ. കാരണം കൽക്കത്ത നഗരത്തിലും അതേപോലെ സൗത്ത് കൽക്കത്തയിലും തൃണമൂലിന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തകർന്നു വീണ് അതേപോലെ തന്നെ ഭവാനിപൂരിലും മമത തോൽവി അറിയാണ്. 15,114 വോട്ടിനാണ് മമതാ ബാനർജി തോറ്റത് എന്നാണ് വിവരം. എന്നാൽ ഔദ്യോഗികമായിട്ട് മമതാ ബാനർജി ഇത് സംബന്ധിച്ച് പരാതി കൊടുത്താൽ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയം കൂടി വൈകുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിലെ മമതാ ബാനർജി നേരിട്ടെത്തി അല്ലെങ്കിൽ ഈ വോട്ടെണ്ണ കേന്ദ്രം നേരിട്ടെത്തി പ്രക്ഷോഭം നടത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ 4 മണിക്കൂർ ഈ ഭവാനിപൂരിൽ വോട്ടെണ്ണൽ തടസ്സപ്പെട്ടിരുന്നു. അതിനുശേഷം വീണ്ടും വോട്ടെണ്ണൽ തുടങ്ങിയ ശേഷമാണ് മമതാ ബാനർജി തോൽവിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും മമതാ ബാനർജിക്ക് ഭവാനിപൂരിൽ ഒരു കാലത്ത് തന്റെ ഏറ്റവും അടുത്ത സഹായിയും തൃണമൂലിന്റെ ഏറ്റവും അടുത്തായ വ്യക്തിയുമായ സുഗതോ തന്നെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നതാണ് പ്രശ്നം. അത് മാത്രമല്ല, ഭവാനിപൂരിലെ പരാജയം മമതാ ബാനർജിയെ സംബന്ധിച്ചോളം വളരെ വ്യക്തിപരമായി തന്നെ തിരിച്ചടിയാണ്. കാരണം ഭവാനിപൂരിലാണ് മമത തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളൊക്കെ കഴിച്ചുകൂട്ടിയത്. കാരണം അവിടെ വെച്ചാണ് CPM-നെ അല്ലെങ്കിൽ CPM ഇടതു മുന്നണിയെ അല്ലെങ്കിൽ ഇടതു പക്ഷത്തെ 2017 തൂത്തെറിയുന്നില്ല പ്രധാനപ്പെട്ട എല്ലാവിധ സമരങ്ങൾക്കും ഭവാനിപൂരിൽ നിന്നാണ് അവർ തുടക്കം കുറിച്ചത്. അതിനുള്ള ആ ഭവാനിപൂരിൽ തന്നെ അവർ തോൽക്കുന്നു എന്നത് ബംഗാൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു സംഭവം തന്നെ എന്ന് പറയേണ്ടി വരും. മമത തോൽക്കുന്നു, BJP താമര കൂടുതൽ വിരിയുന്നു എന്ന് തന്നെയാണ്. സുഗന്ധു അധികാരി 2 സ്ഥലത്ത് നന്ദിഗ്രാമിലും അതേപോലെ തന്നെ ഭവാനിപൂരിലും ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത്ര കണ്ട് ജനകീയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഭവാനിപൂരിലെ ജനങ്ങൾ മമതാ ബാനർജിക്കെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന് പ്രധാനമായ കാരണം മമതാ ബാനർജിയുടെയും ഭവാനിപൂരിലെ അവരുടെ വസതിയിലേക്കും അതേപോലെ തന്നെ അഭിഷേക് ബാനർജിയുടെ വസതി ഭവാനിപൂരത്താണ്. ആ വസതിയിലേക്കുമുള്ള ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നതാണ് പ്രധാന കാരണം. ആ പ്രദേശങ്ങളിലൊക്കെ ആ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയൊക്കെ തന്നെ കൊട്ടിയടച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായി നടത്തിയ ഒരു പോലീസിന്റെ ഒരു നിയന്ത്രണം തന്നെയാണ് ഭവാനിപൂരിലെ ജനങ്ങളെ മമതാ ബാനർജി. തീർച്ചയായും എന്തായാലും 15,000-ലധികം വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരി ബംഗാളിലെ മമതാ ബാനർജിയെ തറ പറ്റിച്ചത്. ബംഗാളിൽ ത്രിവർണ്ണ പതാക BJP തരംഗം ആഞ്ഞെടുക്കുകയാണ്. ആ അടിയോടൊപ്പം ദീദിയും വീണിരിക്കുന്നു. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത് സമഗ്രമായി.